ഓം നമോ നാരായണായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. വാണിടുക നാരദമെന്നുടെ നാവു തന്മേൽ, വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ, നാണമെന്നീ മുതാ നാവിന്മേൽ നടനം ജയിക്കേണാങ്കാനനേ യഥാ കാനനേ ദിഗംബരൻ, വാരിജോത്ഭവ മുഖ വാരിജവാസേ ബാലേ, വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ, പാരാതി സലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്ന് കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോത്ഭവ സുതനന്ദനപുത്രൻ വ്യാസൻ, വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ, വിഷ്ണു തന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി താൻ, മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ, ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ, മാമകെ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോത്ഭവൻ ആദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും, വാരിജ ശരാരാതി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനപാം സുസഞ്ചയം, മമ ചേതോ ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാർ ഇക്കാണായൊരു ഭൂദേവ പ്രവരന്മാർ, തദ്വര ശാപാദികൾ ദാത്യശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാം ആദ്യനായുള്ളോരു ഞാൻ, വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിടുന്നേൻ. വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. സുരസംഹതിപതി
തദന സ്വാഹാപതി വരദൻ പിതൃപതി നിരതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഖേടാനാംപതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടി അനുഗ്രഹിക്കണം. അകമേ സുഖമേ ഞാനനിശം വന്ദിക്കുന്നേൻ അഗ്രജൻ മമ സദാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുരും നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഹൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥം ഉണ്ടിൽ അതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ദാദാ ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തൻ നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുകവണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്ത് ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധം ഈ ജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യം. എല്ലാം ബുദ്ധിമത്തുക്കളായോർ ഇക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ച് ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ദിമധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രിമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥന് തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ഉമാമഹേശ്വര സംവാദം. കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഫാലലോചനം മുനിസിദ്ധ ദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ച് വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ അത്യന്തം രഹസ്യമാം വസ്തു എന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പു. ആകയാൽ ഞാനുണ്ടൊന്ന് നിൻ തിരുവടി തന്നോടാകാംക്ഷ പരവശ ചേതസാ ചോദിക്കുന്നു. കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വം ഉപദേശിച്ചിടേണം. തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദികൾ ഭക്തിലക്ഷണം സാഖ്യ യോഗഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതു മൂലം സന്തോഷമകതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധ്വത്വം തീർന്നുകൂടി. ചേതസീ ജഗൽപദേ ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരം ആഗ്രഹമുണ്ട്. ഞാനതിൻ പാത്രമെങ്കിൽ
കാരുണ്യാമ്പുതേ കനിഞ്ഞരുളി ചെയ്തിടണം. ആരും നിൻ തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരൻ ഓടി വണ്ണം ചോദ്യം ചെയ്തത് കേട്ടു തെളിഞ്ഞും ദേവൻ. ജഗദാദ്യൻ ഈശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ, നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. ശ്രീരാമദേവ തത്വം കേൾക്കേണമെന്ന് മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം. മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും. നിന്നാണെ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാ തത്വാർത്ഥം അറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം ബന്ധിച്ച് സംക്ഷേപിച്ച് സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണൻ ഏകൻ പരൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗദുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. മാനസം മായാതമ സംവൃതമാകമൂലം സീതാരാഘവമരുൾ സോനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാദേ. കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്ന് ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യപുക്കഭിഷേകവും ചെയ്ത് സത്താമാത്രാത്മാ സകൽ ഏശൻ ഈ അവ്യയൻ നാഥൻ. മിത്രപുത്രാദികളെല്ലാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായ സൂര്യകോടി തുല്യ തേജസാ ജഗച്ചാരവ്യമാം ചരിതവും കേട്ടാനന്ദിച്ച് നിർമ്മലമണില സൽകാഞ്ചന സിംഹാസനെ തന്മയാ ദേവിയായ ജാനകിയോടും കൂടി സാനന്ദം ഇരുന്നരുളിടുന്ന നേരം പരമാനന്ദമൂർത്തി മുമ്പിലമ്മാറ് ഭക്ത്യാ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ട് സീതയോടരുൾ ചെയ്തു. സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ, നിന്നിലും എന്നിലുമുണ്ടല്ലോ എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദമായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരം ആശയും ഇല്ലയല്ലോ. നിർമ്മലനാത്മാജ്ഞാനത്തിൻ ഇവൻ പാത്രമെത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കൽമഷം ഇവൻ ഏതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമായേ. ഈ ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രമിവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമൻ നേടോ. ശ്രീരാമദേവൻ ഏവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു. ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്ത പ്രവര കേട്ടാലും നീ. സച്ചിദാനന്ദൻ ഏകൻ അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മനം സർവജ്ഞം
സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വം ഇനി ചൊല്ലിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതി ആയതടോ എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കൽ ആക്കിയിടുന്നു. ബുധജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികൾ എന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്ന് സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പുക്ക് യാഗരക്ഷയും ചെയ്ത് സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ ഭഗ്നിയായോരഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരം അകമ്പുക്ക് മുപ്പുര വൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപുക്ക് തടുത്തോര് ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വൻപോടയോധ്യയും പൊക്ക് 12 സംവത്സരം ഇരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനത് മാതാവ് കൈകേയിയും മുടക്കി അതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ച് വസിച്ച കാലം താതൻ വൃത്രാരിപുരം പുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുദകക്രിയാദികൾ ചെയ്ത് ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരുണ്യം പൂക്ക കാലത്ത് വിരാധനെ ഖണ്ഡിച്ചു കുംഭോത്ഭവൻ ആം അഗസ്ത്യനെ കണ്ട് പണ്ഡിതന്മാരാം മുനിമാരോട് സഖ്യം ചെയ്ത് ദണ്ഡം എന്നിയെ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ പുക്കിത് പഞ്ചവടി തത്ര വാണിടും കാലം പുഷ്കര പരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ. ലക്ഷ്മണൻ അവളുടെ നാസികാഛേദം ചെയ്ത് ഉന്നതനായ ഖരൻ കോപിച്ച് യുദ്ധത്തിനായി വന്നിത് 14 സഹസ്രം പടയോടും കൊന്നിത് 3.25 നാഴിക കൊണ്ട് തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചൊന്നാൾ മായയാ പൊന്മാനായി വന്നോരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ച് സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായാ മാനുഷൻ ജടായുസിന് മോക്ഷം നൽകി രാക്ഷസ വേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്ന് മോക്ഷവും കൊടുത്തുപോയി. ശബരി തന്നെ കണ്ട് മോക്ഷദൻ അവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്ത് പുക്കിതു പമ്പാതീരം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ട് മിത്രമായി ഇരിപ്പൂതൻ അന്യോന്യം സഖ്യം ചെയ്ത് പിത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്ത് സീതാന്വേഷണം ചെയ്ത് ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രമാത്ര ഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്ത് രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്ത് പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്ത് ദേവാദികളാൽ പൂജനായിരുന്നരുളിടിനാൻ ജഗന്നാഥൻ. യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവം ആദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗൽഗുരു നിർഗുണൻ ജഗദഭി രാമൻ അവ്യയൻ ഏകൻ ആനന്ദൻ ആത്മാരാമൻ രാമൻ അദ്വയൻ പരം നിഷ്കളൻ
വിദ്വഭൃംഗാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കാൻ എതുമില്ലാം നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതൻ ഒരു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു തൻ മായാഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജനാ തനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ മന്ദഹാസവും ചെയ്ത് മഞ്ജുള വാച പുനർ അവനോടുര ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവറികടോ തേജോരൂപിണിയാകും എന്നുടെ മായ തങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നതു കപിവര ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാൽ ഉള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ തത്വം അസയാദി മഹാവ്യാഖ്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ളവൻ ഇപ്പദം അറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടും ഇല്ല സംശയമേതും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ട് ചാടി വീണ് മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയ രഹസ്യമിതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേവീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ പരമം ഉപദേശം ഇല്ലിതിന്മീതയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷദം പാപഹരം ഹൃദ്യം ആനന്ദോദയം സർവവേദാന്തസാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവ എന്നാകിലും ഒക്കവേ നശിച്ചുപോം എന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോട് എന്നത് സത്യമല്ലോ ജാതി നിന്ദിതൻ പരസ്ത്രീ ധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്തേ ദുഷ്ടൻ ലോകനിന്ദിതൻ ഏറ്റം എങ്കിലും അവൻ ഭക്ത്യാരാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയം ഏതും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ട് തിങ്ങിടും ഭക്തിപൂർവം അരുൾ ചെയ്തു ദേവി മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാ കാമുക പരമേശ്വരാദയാനിധേ പന്നക വിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്ന് മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായത് മോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാം രസായനം തന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ നിർണയം അതുമൂലം ഒന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ മതിയല്ല സാക്ഷാൽ ശ്രീനാരായണൻ തൻ മഹാത്മ്യങ്ങളെല്ലാം കിംഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ കിങ്കണന്മാരായുള്ളോർ കർത്തവുമുണ്ടായി വരാ കിമൃണന്മാർക്ക് നിത്യ സൗഖ്യവുമുണ്ടായി വരാ കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടേണം മടിയാതെ ഈശ്വരൻ ദേവൻ
പരമേശ്വരൻ മഹേശ്വരൻ. ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്ത് ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി കേട്ടുകൊള്ളുകന്നരുൾ ചെയ്ത് വേദാവ് ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദസംഹിതം അരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനർ 24,000 നാൻമുഖൻ നിയോഗത്താൽ മാനുഷ മുക്തിയാർത്ഥമായി ചമച്ചാൽ അലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടാൻ. ഏവം പുരാ അധ്യാത്മരാമായണം എന്ന പേരിതിന്നിതൻ അധ്യയനം ചെയ്യുന്നോർ അധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധന സമൃദ്ധി ദീർഘായുസും മിത്രസമ്പതി കീർത്തി രോഗശാന്തിയും ഉണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും നീ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.